അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്തു മാഫാക്കി തിരുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗമായി കിടക്കുന്ന സർവ്വ രോഗങ്ങളും അള്ളാഹു ശിഫ കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശദീകരണം നൽകുകയും ചെയ്യുന്നത്. ഇന്ന് ബറാഅത്ത് രാവാണ്. ഗൾഫിലും നാട്ടിലുമൊക്കെ നാളെ നോമ്പാണ്, ബറാഅത്ത് നോമ്പ്. അള്ളാഹു നമ്മൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ രോഗങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. മുന്നിട്ട് വരുന്ന വർഷങ്ങൾ അനുഗ്രഹീതമായ ദിനമായി അള്ളാഹു നമ്മിൽ അവൻ ഒരുക്കി തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅമുറുകും അൻ തദ്ബഹൂ ബഖറതൻ ഖാലൂ അതത്തഖിദുനാ ഹുസുവ قال أعوذ بالله أن أكون من الجاهلين. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരാളെ ആരോ വധിച്ചു. അത് ആരാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അതായത് കൊലപാതകി ആരാണെന്ന് അറിയുന്നില്ല. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം, ഈ കൊലപാതകി ആരാണ് എന്ന് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരണം എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു. മൂസാ നബി പറയുകയാണ്, ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ. അതായത് വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅമുറുകും അൻ തദ്ബഹൂ ബഖറതൻ. മൂസാ നബി അലൈഹിസ്സലാമിനോട് മൂസാ നബി പറയുകയാണ്, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, യഅമുറുകും അൻ തദ്ബഹൂ ബഖറതൻ, ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഖാലൂ അതത്തഖിദുനാ ഹുസുവ. അതല്ല മൂസാ നബിയെ, കൊലപാതകി ആരാണ് എന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പശുവിനെ അറുക്കാൻ പറയുന്നു. നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? കൊലപാതകി ആരാണ് എന്ന് അറിയണം എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് അവർ ചോദിക്കുന്നു. മൂസാ നബി പറഞ്ഞു, ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മൂസാ നബി പറയുകയാണ്, വിഡ്ഢികളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു. പരിഹസിക്കുക, പരിഹാസം ചെയ്യുക എന്നത് വിഡ്ഢികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാ. ഞാൻ അത്തരം വിഡ്ഢികളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിച്ചതല്ല. അപ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അവർ വീണ്ടും ചോദിക്കാൻ തുടങ്ങി. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനുൻ ബൈന ദാലിക ഫഫ്അലൂ മാ തുഅ്മറൂൻ. അപ്പൊ ഖാല ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ. അപ്പോൾ അവർ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ രക്ഷിതാവിനോട് അപേക്ഷിക്കുക. ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ. അത് ഏത് തരം പശുവാണെന്നവൻ ഞങ്ങൾക്ക് വിശദമാക്കി തരട്ടെ. പശുവിനെ അറുക്കാൻ പറഞ്ഞു, ഏത് തരം പശുവാണ് എന്ന് നിങ്ങൾ റബ്ബിനോട് ചോദിക്കുക. അപ്പോ മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് മറുപടി പറഞ്ഞു,
ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാലിദുൻ വലാ ബിക്റുൻ. അല്ലാഹു പറയുന്നു, ഇന്നഹാ ബഖറത്തുൻ ലാ ഫാലിദുൻ വലാ ബിക്റുൻ, നിശ്ചയം അത് പ്രായം വളരെ കൂടിയതോ വളരെ കുറഞ്ഞതോ അല്ലാത്ത അവാനുൻ ബൈന ദാലിക, മധ്യപ്രായത്തിലുള്ളൊരു പശുവായിരിക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്. ഒരുപാട് പ്രായമുണ്ടാകാനും പാടില്ല. വലാ ബിക്റുൻ സഗീറത്തുൻ ഫാരിദുൻ മുസന്നത്തുൻ വലാ ബിക്റുൻ സഗീറത്തുൻ, അതായത് ചെറുതുമല്ല ഏറ്റവും ചെറുതുമല്ല ഏറ്റവും കൂടിയ പ്രായമുള്ളതുമല്ല. അവാനുൻ ബൈന ദാലിക നിസ്ബു ബൈന ദാലിക, അപ്പോൾ ഇതിന് ഇടയിലുള്ള ഒരു മധ്യത്തിലുള്ള ഒരു പ്രായം തികഞ്ഞ ഒരു പശു ആയിരിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. ഫഫ്അലൂ മാ തുഅ്മറൂൻ, അതുകൊണ്ട് അതിനാൽ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക. വീണ്ടും വീണ്ടും ചോദിച്ച് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകാതെ നിങ്ങളോട് അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പിക്കുന്നതിനനുസരിച്ചുള്ള പ്രവർത്തനം നിങ്ങളിൽ നിന്നുണ്ടാവുക. അതുകൊണ്ടും അവർക്ക് മതിയായില്ല. വീണ്ടും അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫറാഉ ഫാഖിഉൻ ലൗനുഹാ തസുറുൻ നാദിരീൻ. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അവർ വീണ്ടും 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 ചോദിക്കാൻ തുടങ്ങി. ഓരോ ചോദ്യങ്ങൾ. അപ്പോ ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ, നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ രക്ഷകനാവിനോട് ചോദിക്കുക, അപേക്ഷിക്കുക. എന്താണ്? യുബയ്യിൻ ലനാ മാ ലൗനുഹാ, അതിൻ്റെ നിറം എന്തായിരിക്കണമെന്ന് അവൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ. എന്ത് നിറമാണ്? ഒരുപാട് പശുക്കളൊക്കെ ഉണ്ടല്ലോ, ഏത് നിറമുള്ള പശു ആയിരിക്കണം എന്ന് ചോദിക്കുക. ആല മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് മറുപടി പറഞ്ഞു, ഇന്നഹു യഖൂലു, അള്ളാഹു പറയുന്നു, ഇന്നഹാ ബഖറത്തുൻ സഫ്റാഉ ഫാഖിഉൻ ലൗനുഹാ തസുറുൻ നാദിരീൻ. ഫാഖിഉൻ ലൗനുഹാ ശദീദത്തു സഫ്റ, നല്ല മഞ്ഞ നിറമുള്ള ഒരു പശുവാണ്. നല്ല മഞ്ഞ നിറമുള്ള പശുവായിരിക്കണം. അത് മാത്രമല്ല തസുറുൻ നാദിരീൻ ഇലൈഹാ ബിഹുസ്നിഹാ ഐ തഅജുബുഹും, ജനങ്ങൾ അത്ഭുതം ആകുന്ന നല്ല നിറത്തോടു കൂടിയുള്ള നല്ല അഴകുള്ള മഞ്ഞ നിറമുള്ള ഒരു പശുവാണ് എന്ന് അവരോട് മൂസാ നബി അലൈഹി ഇസ്ലാം പറയുകയാണ്. ജനങ്ങൾ ആ പശുവിലേക്ക് നോക്കുമ്പോൾ നല്ല കൗതുകം തോന്നിക്കുന്ന നല്ല തെളിഞ്ഞ മഞ്ഞ നിറമുള്ള പശുവായിരിക്കണം. തസുറുൻ നാദിരീൻ, അപ്പോൾ നല്ല മഞ്ഞ നിറമുള്ള, ജനങ്ങൾ നോക്കിയാൽ നല്ല അഴകുള്ള, അവർക്ക് അതിൽ സന്തുഷ്ടരാകുന്ന, ഇഷ്ടം വരുന്ന രീതിയിലുള്ള ഒരു പശുവാണ് എന്ന് അവരോട് പറയുക. അതുകൊണ്ടും അവർ നിർത്തിയില്ല. വീണ്ടും അവർ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇസ്രായേൽ വിഭാഗമാണ് ഇവർ. ചോദിച്ച് വീണ്ടും വീണ്ടും ആ ചോദ്യങ്ങൾ കൂടുകയാണ്. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. മൂസാ നബിയെ, നിങ്ങൾ വീണ്ടും നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ, ഏത് തരത്തിൽപ്പെട്ട പശുവാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ നീ നിന്റെ രക്ഷകനാവിനോട് വീണ്ടും ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിക്കുക. കാരണം ഇന്നൽ ബഖറ തശാബഹ അലൈന, ഞങ്ങൾക്ക് പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി തോന്നുന്നു. ഒരുപാട് പശുക്കളുണ്ട്, പരസ്പരം പശുക്കൾ സാദൃശ്യമുള്ളതാണ്. ഇതിൽ നിന്ന് ഏത് പശുവിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്? അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതിൽ ഏത് പശുവിനെയാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു സംശയത്തിലാണ്. വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ
ഞങ്ങൾ നേർവഴി പ്രാപിക്കുന്നവരാകും തീർച്ച. അവസാനം ആ വാക്ക് പറഞ്ഞ് അവർ അവസാനിപ്പിച്ചു. അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നേർവഴി പ്രാപിക്കുന്നവരാകും. ആ ഒരു വാക്ക് അവർ പറഞ്ഞത് കൊണ്ട് അള്ളാഹു അവർക്ക് വ്യക്തമായ രീതിയിൽ മറുപടി കൊടുക്കുകയും അവരുടെ ചോദ്യങ്ങൾ അവിടെ അവസാനിക്കുകയും ചെയ്തു. അവർ ഒരു പശുവിനെ കണ്ടെത്തി, അതേ നിറത്തിലുള്ള പശുവിനെ കണ്ടെത്തുകയും അതിനെ അറുക്കുകയും എന്നിട്ട് ആ കൊലപാതകിയെ കണ്ടുമുട്ടുകയും ചെയ്തു. തുടർന്നുള്ള ആയത്തുകളിൽ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മാടിനെ കൊല്ലുവാൻ ഈശന്റെ ശാസനം മൂസാ പ്രവാചകൻ മർത്യർക്കു നൽകിനാൻ. ഗോത്രജർക്കേതും നിരന്നില്ല ശാസനം ഹാസ്യമെന്നോരീ തിരസ്കരിച്ചിടിനാർ. ആജ്ഞകൾ പുച്ഛിച്ചു തള്ളും ജനങ്ങൾക്കു കൂട്ടായി നിൽക്കുവാനാവില്ലെനിക്കുമേൽ. അറിയാൽ മൂഢരാം നിങ്ങളെ വിട്ടുപോ ആശ്രയം തേടുവാൻ രക്ഷകാനന്തികേ. ഈ വിധം കേഴുന്ന മൂസയോടുത്തരം കൗശലം പൂണ്ടുടൻ നൽകിനാൻ നിങ്ങളും. അല്ലാഹുവിൻ ആജ്ഞ വ്യക്തമല്ലൊട്ടുമേ വ്യക്തമാക്കിയിടുവാൻ പ്രാർത്ഥിക്ക സാദരം. യൗവനം പ്രാപിച്ച കന്നിൻ കിടാവിനെ ഹിംസ ചെയ്തിടുവാൻ ഇച്ഛിപ്പുരക്ഷകൻ. വ്യക്തമായി കാലം കഴിക്കാതെ ശാസനം സത്വരം നിർവഹിച്ചിടുവിൻ കൂട്ടരേ. കന്നിൻ കിടാവിൻ്റെ വർണ്ണമെന്താവണം വ്യക്തമായി നമ്മോട് ചൊല്ലണം രക്ഷകൻ. പീതാംബരം പോലെ ശുദ്ധമാം വർണ്ണവും കാണികൾക്കിമ്പം വളർത്തും വിലാസവും ചേർന്നൊരു മാട്ടിൻ കിടാവിനെ കൊല്ലുവാൻ അല്ലാഹു നമ്മോട് കൽപ്പിച്ചു വ്യക്തമായി. പിന്നെയും ജൽപ്പിച്ചു ദുർജനം കൂട്ടമായി പൊയ്യല്ല ഞങ്ങൾക്കു സംശയം മാനസേ. കന്നിൻ കിടാവിൻ്റെ ലക്ഷണം വ്യക്തമായി അല്ലാഹു ഓതായിക്കിലെന്തു നാം ചെയ്യിടും. കാർഷിക വൃത്തികൾ ചെയ്യും പശുക്കളെ. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചു കൊണ്ടിരുന്നു. അള്ളാഹു അവർക്ക് വ്യക്തമായ മറുപടി കൊടുക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ആയത്തുകളിൽ അതിൻ്റെ വീണ്ടും മറ്റുള്ള വിശദീകരണങ്ങൾ വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നമ്മുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ബറാഅത്ത് രാവാണ്. നാളെ നോമ്പുള്ള ദിവസമാണ്. അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കട്ടെ. എല്ലാവിധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ ഖബർ ജീവിതവും അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്വർഗത്തിൽ നിന്നൊരു മാതൃക ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അവസാനം കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് നല്ല നിലയിൽ മരണപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.